ആലപ്പുഴ നൂറനാട് 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ രണ്ടാനമ്മ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വിദ്യാർത്ഥിയുടെ മുഖത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. നൂറനാട് പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. ഷൈജു കൊണ്ട് വിവരങ്ങൾ നൽകാനായി. ഷൈജു, ഈ മർദ്ദന വിവരം എങ്ങനെയാണ് പുറത്തറിയുന്നത്? ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ? അജി, ഈ കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ച ആണ്. അതിന് ഈ രണ്ടാനമ്മയുടെ സംരക്ഷണയിലാണ് കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ പുതിയ വീട് താമസമാവുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടി സ്കൂളിൽ എത്തുമ്പോഴാണ് സ്കൂളിൽ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ മുഖം ഇങ്ങനെ മർദ്ദനമേറ്റ നിലയിൽ കാണുന്നു. ഇത് കണ്ടിട്ട് ക്ലാസ് ടീച്ചർ കാര്യം അന്വേഷിക്കുമ്പോഴാണ് കുട്ടി പറയുന്നത്, രണ്ടാനമ്മ ഇങ്ങനെ മർദ്ദിച്ച കാര്യം പറയുന്നത്. ഉടൻ തന്നെ സ്കൂൾ എച്ച്എമ്മിനെ വിവരം അറിയിച്ചു. എച്ച്എം ഈ ചൈൽഡ് കമ്മിറ്റിയെ അറിയിച്ചു. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്ന് കുട്ടിയുടെ മൊഴിയെടുത്തു. പിന്നീട് അത് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കുട്ടിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണുന്നത്, നോട്ട് ബുക്ക് കാണുന്നത്. അതിനകത്ത് കുട്ടി എൻ്റെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നുണ്ട്. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എന്ന് തുടങ്ങുന്ന ഒരു കാര്യം. എൻ്റെ വാപ്പിച്ചിയും എന്നോട് ക്രൂരമായി പെരുമാറുന്നു. ഒരിക്കൽ ഞാൻ പ്ലേറ്റ് മറന്നു വെച്ച് ആ പ്ലേറ്റ് മറന്നതിൻ്റെ പേരിൽ എന്നോട് നടത്തിയ ക്രൂരത, ഇങ്ങനെ തുടങ്ങി ആ കുട്ടി അത് അവരുടെ നോട്ട്ബുക്കിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിരിക്കുന്നത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ്. കാരണം ഇത് നേരത്തെ തന്നെ ഈ കുട്ടി ഇത്തരം ക്രൂരത അനുഭവിക്കുന്നുണ്ട് എന്നതാണ്. സ്വന്തം വാപ്പിച്ചിയുടെ ഭാഗത്തു നിന്ന് പോലും അങ്ങനെ അനുഭവിക്കുന്നു എന്ന് ഈ പിഞ്ചു കുഞ്ഞ് എഴുതി വെക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിരന്തരമായ ക്രൂരത ഈ കുട്ടി അനുഭവിക്കുന്നുണ്ട് എന്ന് ഒരു കൊച്ചുകുട്ടി അനുഭവം എഴുതി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് മർദ്ദനമേറ്റ പാട് ടീച്ചർ കാണുന്നു. ടീച്ചർ സ്കൂളിലുള്ള മറ്റുള്ളവരെ അറിയിക്കുന്നു. അവർ ബന്ധപ്പെട്ടവരെ അറിയിച്ച് നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ അച്ഛനെയും രണ്ടാനമ്മയും ഒക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. അനുസരിച്ചുള്ള പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. അങ്ങേയറ്റം ക്രൂരത നിറഞ്ഞ ഒരു സ്വഭാവത്തിലേക്ക് സ്വന്തം അച്ഛനും രണ്ടാനമ്മയും ഒക്കെ മാറുന്നു എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഒരു കൊച്ചുകുട്ടിക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അജി, ഏറ്റവും ഒരു പിഞ്ചു കുഞ്ഞിനാണ് ഈ ക്രൂരമായ അനുഭവം രണ്ടാനമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് വേദനിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഷൈജു ആലപ്പുഴയിൽ നിന്നും നൽകിയത്.